ഹലോ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഞാനൊരു മാട്രസ് വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അമ്മയ്ക്കും അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അമ്മയ്ക്ക് അത് തന്നെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. സോ അമ്മ ഒത്തിരി ഹാപ്പി ആവുമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അമ്മ സാധാരണ ദിവസം പോലെ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ വക കേക്കും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ജസ്റ്റ് അമ്മയൊന്ന് വിഷ് ചെയ്ത് വിട്ടതേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അമ്മ വരുമ്പോഴാണ് ഇനി നമുക്ക് മൊത്തത്തിൽ ഞെട്ടിക്കാനുള്ളത്. ഞാൻ പിന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതിയിട്ട് ഈ ഒരു മാട്രസിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം വൈകുന്നേരം അവർ വരാൻ ടൈമിനനുസരിച്ച് ഞാൻ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചേച്ചിയും കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇനി അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ അച്ഛനും അമ്മയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നായപ്പോൾ അവർ ഒരു കാലവും ഇല്ലാതെ താമസിക്കുകയാണ് ഗൈസ്. അതിനുശേഷം പിന്നെ അമ്മൂമ്മയുടെ വകയായിട്ടൊരു പായസവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 5:45 തൊട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. മണി 7 കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ അവസാനം അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു പരിവമായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ കൊക്കുർത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ഇവരെയും ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് അച്ഛനും അമ്മയും ഇതുവരെ വരാത്തതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞങ്ങൾ ഈ തേരാപാര നടക്കുന്നത്. ഫൈനലി അവർ വന്നു ഗൈസ്. അപ്പം അമ്മ വരുന്നുണ്ട്. ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്ത ആളെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മയുടെ റൂമിലേക്ക് നേരെ കൊണ്ടുപോവുകയാണ്. ഒരു ഐഡിയ ഇല്ല എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. ഇതായിരുന്നു അമ്മയുടെ ആ ഒരു എക്സാക്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾ എന്തോരം ഹാപ്പി ആയെന്ന് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഇതായിരുന്നു. അച്ഛൻ ഇതിനെപ്പറ്റി ഒരു ഐഡിയ നമ്മൾ കൊടുത്തിട്ടില്ല. സോ അച്ഛനും കണ്ട ഉടനെ ഞെട്ടിപ്പോയി കേട്ടോ. താങ്ക് യു. അതിനുശേഷം ചേച്ചി കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അമ്മൂമ്മയുടെ പായസവുമായിട്ട് വരുന്നുണ്ട്. അമ്മൂമ്മയുടെ വക ഒരു പായസം. എല്ലാം കൊണ്ടും അമ്മ ഒത്തിരി ഹാപ്പിയായി. പിന്നെ അമ്മ കുറച്ച് സെന്റിമെന്റലൊക്കെ ആയി. അപ്പൊ കേശു ചോദിക്കുകയാണ് എന്തിനാണ് കരയുന്നത് എന്ന്. അങ്ങനെ അമ്മയെ കരയിപ്പിച്ചു ഗൈസ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. പിന്നീട് അച്ഛൻ കേക്കൊക്കെ നമ്മുടെ എല്ലാവരും മുഖത്ത് തേക്കാനൊക്കെ വന്നു. നല്ല കേക്കായതിനാൽ എല്ലാവരും അതിനകത്തോട്ട് കമന്ന് കിടക്കുകയാണ്. പിന്നീട് അമ്മയുടെ അടുത്ത് ആ ഒരു മെത്തയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതെങ്ങനെയുണ്ട് കൊള്ളാവോ എന്നൊക്കെ ഒരു ഒപ്പീനിയൻ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മെത്തയുടെ കവറൊക്കെ വലിച്ചു കീറുന്ന ആ ഒരു തിരക്കിലാണ്. ശരിയെന്ന് അങ്ങനെ സക്സസ്ഫുള്ളി സർപ്രൈസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ.